അപ്പോൾ നമ്മൾ ഇമ്മോർട്ടൽ ഹൾക്കിൻ്റെ ഇഷ്യൂ 3 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പുള്ള ഇഷ്യൂസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സൗത്ത് ഡെക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ജാക്കി മെക്കി എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഒരു പോലീസുകാരനെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മേഴ്സർ അവന്യൂ എന്ന് പറയുന്നൊരു സ്ഥലത്ത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ചില ഐ വിറ്റ്നസിൻ്റെ അടുത്താണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്ത് ഈ പോലീസുകാരുടെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുന്നത്. സോ അന്ന് അവിടെ ഉണ്ടായ ഒരാളാണ് നിങ്ങൾ. സോ നിങ്ങൾ തന്നെ പറ, അന്ന് അവിടെ ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ആ പോലീസുകാരൻ പറയാണ്, കാര്യമായിട്ടൊന്നുമില്ല, പെട്ടെന്ന് എന്തോ അർജൻറ്റായിട്ട് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. 2-3 പോലീസുകാർ ഞങ്ങൾ പോയായിരുന്നു. അവിടെ ഏതോ ചർച്ചിൽ ഒരുത്തൻ ഗണ്ണ് പോലും കയ്യിലില്ലാതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ഒരു മെസ്സേജ് ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത്. കേൾക്കാൻ കോമഡി ആയിട്ടുണ്ടായിരുന്നെങ്കിലും ശരിക്കും ഞങ്ങൾ അവിടെ പോയപ്പോൾ കാണുന്നത് ശരിക്കും പച്ച കളറിലൊരു മനുഷ്യൻ കയ്യിൽ നിന്ന് എന്തോ റേഡിയേഷൻ പോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി അവൻ്റെ ആ ഷൂട്ടിങ്ങിലാണ് എൻ്റെ ഈ കൈ ഇഞ്ചേർഡ് ആയിരിക്കുന്നതെന്ന് പറയാണ്. പക്ഷേ പേടിക്കാനൊന്നുമില്ല, അവനെ ഞങ്ങൾ ഓൾറെഡി പിടിച്ചു, ഇപ്പോൾ അവനെ ജയിലിൽ അടച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയാണ്. ഇങ്ങനെ പോലീസുകാരൻ പറഞ്ഞതും അവിടെയുള്ള ബാർടെൻഡറിനോട് വേറെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബാറിൽ ഒരുപാട് തിരക്കായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറയണം ആ ബാർടെൻഡർ. അതേസമയം അവൻ ഇത് ചെയ്തുകൊണ്ടിരുന്ന ആ ചർച്ചിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വയസ്സായ ലേഡീൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവൻ പച്ച കളറിൽ തന്നെയായിരുന്നു, പക്ഷേ ഈ പോലീസുകാർ പറയുന്ന പോലെയല്ല, അവൻ ഒരുപാട് ഭംഗിയായിരുന്നു കാണാൻ. അവൻ്റെ ലവറുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, കുമ്പസരിക്കാൻ വന്നാന്ന് തോന്നുന്നു, വെറുതെ അവനെ പിടിച്ച് വെച്ചെന്ന് പറയുകയാണ് ഇവർ. അങ്ങനെ ഓരോരുത്തർ ഓരോ കഥയാണ് പറയുന്നത്. അങ്ങനെ അവസാനമായിട്ട് ആ ചർച്ച് ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴാണ് പുള്ളി പറയുന്നത്, അന്ന് രാത്രി പച്ച കളറിൽ ഒരുത്തൻ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവൻ വന്നതും പറഞ്ഞത് പ്രേ ഫോർ ദ ഡെവിൾ, ഡെവിൾ നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണോ അവൻ പറഞ്ഞത്. അടി ആഴത്തിൽ ഭൂമിയുടെ അടിയിലാണ് ആ ഭൂതമുള്ളത്, അത് അവളെ ആക്രമിച്ചു കഴിഞ്ഞു, നിങ്ങൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ദ വൺ ബിലോ ഓൾ, നമ്മുടെ എല്ലാവരുടെയും താഴെയുള്ള അവൻ അവളെ പൊസസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അത് അവളെ പൊസസ് ചെയ്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം, പച്ച ഡോറ് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പിച്ചും പേയും പറയുമായിരുന്നു. ആക്ച്വലി ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരുന്ന ഇവനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആ പോലീസുകാരെ ഈ അച്ഛനാണ് ശരിക്കും അന്ന് വിളിച്ചത് തന്നെ. എങ്ങനെ നിങ്ങളുടെ ഞാൻ വിശ്വസിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ ഒച്ചയിട്ടതും അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ എന്തോ റേഡിയേഷൻ പുറത്തു വരാൻ തുടങ്ങുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഡോർ, അവിടെ ഉണ്ടായിരുന്ന കഥ വെട്ടിച്ച് തകർത്ത് ഒരു പച്ച കളർ രൂപ അകത്തേക്ക് വന്നു. ആ വന്നത് ഹൾക്കായിരുന്നു. അങ്ങനെ ആ ഹൾക്ക് ഇവനുമായിട്ട് അവിടെ ഫൈറ്റ് നടന്നു. അങ്ങനെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഇവനും ഹൾക്കിനും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇവൻ ഹൾക്കിൻ്റെ നെഞ്ചിൽ തന്നെ ഒരു ഓട്ട ഇടുകയാണ്. ആക്ച്വലി നെഞ്ചിൽ അത്രയും വലിയൊരു ഓട്ട കൊണ്ടതും ആ മോൺസ്റ്റർ ചത്തെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ അവൻ ഹീലായി. പക്ഷെ ആ പയ്യൻ അന്ന് പറഞ്ഞ കാരണം മാത്രം ഞാൻ മറക്കില്ലായിരുന്നു. അവൻ ഹൾക്കിനെ നോക്കി പറഞ്ഞത്, നീയാണ് എല്ലാത്തിനും കാരണം, നീയാണ് ആ വൺ ബിലോ ഓളെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഹൾക്കു അവനെ അടിച്ചിട്ടിട്ട് ഏത് വഴിയാണോ വന്നത് ആ വഴി തന്നെ തിരിച്ചുപോയി. ശരി, അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവൾ ഒരു പച്ച നിറത്തിൽ ഞങ്ങളെ നോക്കി ചിരിച്ച രീതിക്ക് തന്നെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല. അതിനുശേഷം പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പേടിയായി തുടങ്ങി. അങ്ങനെ ഈ പ്രീസ്റ്റ് എന്നെ പേടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവൾക്ക് ഈ റെക്കോർഡ് ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ അവൾ എടുത്ത റെക്കോർഡിങ്സൊക്കെ വീണ്ടും വീണ്ടും കേട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് നോക്കുകയാണ്. പക്ഷേ അവൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കോൾ വരികയാണ്. അങ്ങനെ ഈ അണ്ണൻ നമ്പർ കണ്ടത് അവൾ ആരാണെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ നമ്പർ കിട്ടിയതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അപ്പുറമുള്ള ഒരാൾ പറയാണ്, ഞാൻ കാനഡയിൽ നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേര് വാൾട്ടർ ലാംഗ്ബോസ്കി എന്നായിരുന്നു. അങ്ങനെ പുള്ളി വരാണ്, കുറച്ച് 4-5 ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ ആർട്ടിക്കിൾസൊക്കെ നല്ലോണം ഫോളോ ചെയ്യുന്നുണ്ട്. റോബോട്ട് ബ്രൂസ് ബാനറുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ ഉണ്ടല്ലോ. ആക്ച്വലി ഞാൻ അവൻ്റെ ഒരു പഴയ സ്നേഹിതനാണ്, ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. അവനിപ്പോൾ എവിടെയാണ്, നല്ല രീതിക്ക് അവനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയാണ്. നിങ്ങളുടെ ആർട്ടിക്കിൾസൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം അവനെ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയാണ്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം കാണിക്കണം എന്നുണ്ട്. എന്താണെങ്കിലും ബ്രൂസ് ബാനർ ഇത് കണ്ടേ പറ്റൂ എന്ന് പറയാണ്. പുള്ളി മിററിൽ നോക്കിയതും എന്തോ ഒരു രൂപം പുള്ളിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ ഈശു തീരാണ്. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പുള്ളി ആരാണ്? എന്താണ് ആ പുറത്തു വന്നിരിക്കുന്ന രൂപം? പുള്ളി എന്തിനാണ് ബ്രൂസ് ബാനറിൻ്റെ പിന്നാലെ നടക്കുന്നത്? ആരാണ് ആ ചർച്ചിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി അവനൊക്കെ? എങ്ങനെയാണ് നമ്മുടെ ഹൾക്ക് അറിഞ്ഞത്? ഹൾക്ക് എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയത്? നോക്കാം ഇനി വരുന്ന ഇഷ്യൂസ്.